സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലും തെക്ക് കിഴക്കൻ അറബിക്കടലിനും മധ്യകിഴക്കൻ അറബിക്കടലിനും മുകളിൽ രൂപപ്പെട്ട ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടായിരിക്കും മഴ തുടരുക. കടലാക്രമണം രൂക്ഷമാകുവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട മുന്നറിയിപ്പിൽ പറയുന്നു. കേരള തീരത്ത് ഇന്ന് രാത്രിയിൽ 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതായി സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. അടുത്ത 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ജില്ലകളിലും അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. വിവിധ ജില്ലകളിൽ ഇടിവിട്ട തോതിൽ മിതമായ മഴ തുടരുന്നുമുണ്ട്. പലയിടത്തും ശക്തമായ ഇടിയോടുകൂടിയ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. മഴയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് 5 ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലായിരുന്നു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കനത്ത കാറ്റും ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയുമാണ് പെയ്തത്. വിവിധയിടങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. മലയോര മേഖലകളിലും കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് ലഭിച്ചത്. കടൽക്ഷോഭം രൂക്ഷമാകുവാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടി വരും. മാത്രമല്ല, ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയിട്ടുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുകയും വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.